നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കേരള പഴനി പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് പാൽക്കുടം ഘോഷയാത്ര നടത്തി. നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഇന്ന് വൈകിട്ട് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ദണ്ഡികാവരവും തുടർന്ന് വൈകിട്ട് കൊടിയേറ്റവും നടക്കും. ഉത്സവ ദിനങ്ങളിൽ എല്ലാ ദിവസവും വൈകിട്ട് 6-ന് കലാപരിപാടികൾ നടക്കും. ഫെബ്രുവരി 28 ശനിയാഴ്ചയാണ് പൂയവും പ്രതിഷ്ഠാദിനവും ആഘോഷിക്കുന്നത്. അന്നേ ദിവസം ക്ഷേത്രചാര ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് വിവിധ ദേശങ്ങളിൽ നിന്നും വാദ്യമേള ോടെയുള്ള കാവടി വരവ്, ആനപ്പുറത്ത് ഭഗവാനെ എഴുന്നള്ളിക്കൽ, ഘോഷയാത്രകൾ, വിവിധ കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. മാർച്ച് 1 രാത്രി 7:30 മുതൽ 10 വരെ പള്ളിവേട്ട, മാർച്ച് 2 രാവിലെ 7:30 ആറാട്ട്, രാവിലെ 10:30 ആറാട്ട് കന്നി വിതരണം, ഉച്ചയ്ക്ക് 12:30 കൊടിയിറക്കത്തോടെ ചടങ്ങുകൾ സമാപിക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ വിജയൻ കാരുമാത്ര, മേൽശാന്തി MR സഹദേവൻ, അടിവാരം ഗണപതി കോവിൽ മേൽശാന്തി കണ്ണൻ ചന്ദനക്കുന്നി എന്നിവർ കാർമ്മികത്വം വഹിക്കും. കള്ളായി കാരണവർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന പാട്ടുമഹോത്സവം ബുധനാഴ്ച ആഘോഷിക്കും. രാവിലെ 5:30 മഹാഗണപതി ഹോമം, 6:30 ഉഷപൂജ, 8:30 നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, തുടർന്ന് ഉപദേവതകൾക്ക് കലശം, 10:30 ഭഗവതിക്ക് പറനിറയ്ക്കൽ, 11-ന് കളമെഴുത്തുപാട്ട്, 11:30 ഉച്ചപൂജ, തുടർന്ന് പ്രസാദഊട്ട്, വൈകിട്ട് 6-ന് ദീപാരാധന, ചുറ്റുവിളക്ക്, 7:30 തായമ്പക, കാരണവരുടെ കളമെഴുത്തുപാട്ട്, നൃത്തം, രാവിലെ 8:30 മുതൽ 9 വരെ തമ്പോലം, രാത്രി 12-ന് കരിങ്കുട്ടി സ്വാമിയുടെ കളമെഴുത്തുപാട്ട്, നൃത്തം, പുലർച്ചെ 2-ന് വീരഭദ്രസ്വാമിയുടെ കളമെഴുത്തുപാട്ട്, നൃത്തം എന്നിവയാണ് പരിപാടികൾ. റെയിൽവേ യാത്രക്കാർക്ക് ഡിജിറ്റൽ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുന്നതിനായി പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽ വൺ ആപ്പ് ബോധവൽക്കരണ പരിപാടിയും ഇൻസ്റ്റാളേഷൻ ഡ്രൈവും നടത്തി. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് മാതൃകാപരമായ ഈ പ്രവർത്തനം സംഘടിപ്പിച്ചത്. സ്റ്റേഷനിലെത്തിയ 100 കണക്കിന് യാത്രക്കാർക്ക് NSS വോളണ്ടിയർമാർ ആപ്പിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് വിശദീകരിച്ചു നൽകി. ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലളിതമാക്കുന്ന റെയിൽ വൺ ആപ്പ് യാത്രക്കാരുടെ മൊബൈൽ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വിദ്യാർത്ഥികൾ നേരിട്ട് സഹായിച്ചു. ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പുതിയ ആപ്പാണ് റെയിൽ വൺ. റിസർവേഷൻ ടിക്കറ്റുകൾ, ജനറൽ ടിക്കറ്റുകൾ തുടങ്ങി റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ ഡിജിറ്റൽ ആവശ്യങ്ങളും ഈ ഒരൊറ്റ ആപ്പിലൂടെ യാത്രക്കാർക്ക് നിറവേറ്റാനാകും. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് KK അനന്തലക്ഷ്മി പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രചോദി നികേതൻ കോളേജ് NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ അലൻ ലൂക്കോസ്, ഡോക്ടർ ട്രീസ പീറ്റർ എന്നിവരും NSS വോളണ്ടിയർമാരും ക്യാമ്പിന് സജീവമായി രംഗത്തുണ്ടായിരുന്നു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിതസേന ഇക്കോസൻ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് സ്കോളർഷിപ്പിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക അധ്യക്ഷനായി. വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയമായ മാലിന്യ പരിപാലന മനോഭാവവും പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധതയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസൻസ് 2025 ആവിഷ്കരിച്ചത്. തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിലൂടെ അവരുടെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കണമെങ്കിൽ ആദ്യം പ്രകൃതിയെ ശുചിത്വമുള്ളതായി മാറ്റണം. പ്രകൃതിയെ ശുചിത്വമുള്ളതാക്കണമെങ്കിൽ ആദ്യം പ്രകൃതിയിലേക്ക് ജൈവ അജൈവ മാലിന്യങ്ങൾ കൂടാതെ അപകടകരമായ മാലിന്യങ്ങൾ എന്നിവ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് നിർത്തണം. ശരിയായ ശാസ്ത്രീയപരമായ മാലിന്യ സംസ്കരണ രീതി നാം പിന്തുടരേണ്ടതുണ്ട്. ശരിയായ മാലിന്യ സംസ്കരണത്തിലൂടെ നമുക്ക് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ യുവാവിനെ ഓടുകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി പിടിയിൽ.
പരിയാരം കാഞ്ഞിരപ്പള്ളി സ്വദേശി കൊല്ലംപറമ്പിൽ വീട്ടിൽ പ്രശാന്തിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2019 ഫെബ്രുവരി 12 വൈകിട്ട് 7 മണിയോടെ മുനിപ്പാറയിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. പരിയാരം സ്വദേശിയായ റഷീദിനെ മുൻവൈരാഗ്യം മൂലം പ്രശാന്ത് ഓടുകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. അന്ന് കേസിൽ അറസ്റ്റിലായ പ്രതി പിന്നീട് ജാമ്യത്തിലിറങ്ങുകയും ശേഷം കോടതി നടപടികളുമായി സഹകരിക്കാതെ ദീർഘനാളായി ഒളിവിൽ കഴിയുകയുമായിരുന്നു. ഇയാളെ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയും വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഈ വാറന്റിന്റെ അടിസ്ഥാനത്തിൽ ചാലക്കുടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ വലയിലാക്കിയത്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SI അജൽ, CPOമാരായ രതീഷ്, മാർട്ടിൻ പോൾ, റെജിൻ, അലക്സ്, സന്ദീപ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രമുഖ ഭവന വായ്പാ സ്ഥാപനമായ റെപ്കോ ഹോം ഫിനാൻസിന്റെ തൃശൂർ ബ്രാഞ്ച് ഇനി പുതിയ കെട്ടിടത്തിൽ കൂടുതൽ സൗകര്യങ്ങളോടും വിപുലമായ സേവനങ്ങളോടും കൂടി കൊക്കാലെ മേപ്പിൾ ടവറിലാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. തൃശൂരിലെ ജനങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വേഗത്തിൽ ഭവന വായ്പകൾ ലഭ്യമാക്കി വരുന്ന റെപ്കോ ഹോം ഫിനാൻസ് പ്രവർത്തന പരിധി വിപുലീകരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി കൊക്കാലെ DP പ്ലാസയിൽ പ്രവർത്തിച്ചു വരികയായിരുന്ന ഷാഗിയാണ് തൊട്ടടുത്തുള്ള മേപ്പിൾ ടവർ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് മാറ്റി സ്ഥാപിച്ചത്. TB റോഡിൽ പുതുതായി നിർമ്മിച്ച ഈ കെട്ടിടത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത്. പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം റെപ്കോ ഹോം ഫിനാൻസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ A. പാൽപാണ്ടി നിർവഹിച്ചു. ജനറൽ മാനേജർ K. മുരളീധരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഡെപ്യൂട്ടി ജനറൽ മാനേജർ KC ഷിബു, അസിസ്റ്റന്റ് ജനറൽ മാനേജർ KCB, തൃശൂർ ബ്രാഞ്ച് മാനേജർ AS കണ്ണൻ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി. ഭാരത സർക്കാരിന് കീഴിലുള്ള റെപ്കോ ബാങ്കിന്റെ പ്രൊമോട്ടർ സ്ഥാപനമായ റെപ്കോ ഹോം ഫിനാൻസിന് നിലവിൽ ഇന്ത്യയിലുടനീളം 209 ബ്രാഞ്ചുകളും 31 സാറ്റലൈറ്റ് സെന്ററുകളുമുണ്ട്. 25 വർഷത്തെ പാരമ്പര്യമുള്ള സ്ഥാപനം തൃശൂരിലും മികച്ച മുന്നേറ്റമാണ് നടത്തുന്നത്. ഭവന വായ്പകൾ, സ്ഥലം വാങ്ങുന്നതിനുള്ള വായ്പ, വീട് നവീകരണ വായ്പകൾ, കൊമേഴ്ഷ്യൽ ലോൺ, മോർട്ട്ഗേജ് ലോൺ, NRI ലോണുകൾ, മറ്റ് ബാങ്കുകളിൽ നിന്നുള്ള വായ്പകൾ ഏറ്റെടുക്കുന്നതിനുള്ള സൗകര്യം, PMAY സബ്സിഡി ആനുകൂല്യങ്ങൾ തുടങ്ങിയ വിവിധ വായ്പാ പദ്ധതികൾ ഉപഭോക്താക്കൾക്ക് പുതിയ ബ്രാഞ്ചിലൂടെ ലഭ്യമാകും. സുതാര്യമായ ഇടപാടുകളും വേഗത്തിലുള്ള ലോൺ നടപടികളുമാണ് തൃശൂരിലെ ആയിരക്കണക്കിന് ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയെടുക്കാൻ തങ്ങളെ സഹായിച്ചതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പുതിയ പരിസരത്ത് കൂടുതൽ ഊർജ്ജസ്വലമായി സേവനം തുടരാനാണ് കമ്പനിയുടെ ലക്ഷ്യം. ഞങ്ങളുടെ ഓൺ ബിഹാഫ് ഓഫ് തൃശ്ശൂർ ബ്രാഞ്ച് റീജിയണൽ ഓഫീസ് കോയമ്പത്തൂരിൽ നിന്നും ഞങ്ങളുടെ സ്വാഗതം സ്വീകരിച്ച് വന്നെത്തിയ എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി. താങ്ക് യു. എത്തിച്ചേർന്ന എല്ലാവർക്കും ബ്രാഞ്ചിൻ്റെ പേരിൽ ഫിനാൻസിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. റെപ്കോ ഹോം ഫിനാൻസ് ഗ്രൗണ്ട് ഫ്ലോർ മേപ്പിൾ ടവർ TB റോഡ് കൊക്കാലെ തൃശൂർ. ഫോൺ 0484444803 അല്ലെങ്കിൽ 9072344803. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,830 രൂപയും പവന് 1,18,640 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.